ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മപ്പാസ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ഫിഷ് മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. ഞാനിവിടെ ഈ മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മപ്പാസ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഈ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത മീനൊക്കെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മീൻ 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 വശവും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാനിൽ നിന്ന് ഈ മീനൊന്ന് മാറ്റി വെക്കാം. ഇനി മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തോ ചോപ്പ് ചെയ്തോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ സവാള ഒന്ന് വഴണ്ട് വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലധികം മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഈ പൊടികളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മസാലപ്പൊടിയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 ചെറിയ തക്കാളി ചേർക്കാം. ഈ തക്കാളിയോട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് വാടിപ്പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയോട് ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിക്കുന്നത്. തേങ്ങയുടെ 2ാം പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുടെ കട്ടി കുറഞ്ഞ പാല്, അതിവിടെ ഏകദേശം 1.5 കപ്പോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യമായ ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു തേങ്ങാപ്പാൽ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനോട് ചേർത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം.
ഇതിപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുടെ കട്ടിയുള്ള ആദ്യമേ പിഴിഞ്ഞെടുക്കുന്ന പാലാണ്. 1/4 പാല് ചേർത്തതിന് ശേഷം ഇനി ഇത് ഒരുപാട് നേരം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫിഷ് മപ്പാസ് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. കരിമീനോ നെയ്മീനോ എന്ത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.